പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ ടാഗ് ടീം ചാമ്പ്യൻ ആയിരുന്ന ചാഡ് ഗാബിൾ എന്ന റെസ്ലറിന്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. PW ഇൻസൈഡർ എന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ചാഡ് ഗാബിളിന്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് വമ്പൻ പദ്ധതികൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാഡ് ഗാബിൾ അദ്ദേഹം റിംഗിലേക്ക് കയറാൻ തയ്യാറാകുന്നതിന്റെ ഭാഗമായി പെർഫോമൻസ് സെന്ററിൽ എത്തി ട്രെയിനിങ് ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചാഡ് ഗാബിളിന് കൈക്ക് കുറച്ചധികം മാസങ്ങൾക്ക് മുൻപാണ് ഇഞ്ചുറി പറ്റിയത്. പിന്നീട് ചാഡ് ഗാബിൾ മാറി നിൽക്കുന്ന ഒരു സമയത്ത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടറിൽ ചാഡ് ഗാബിൾ സ്പീഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന ക്യാരക്ടർ ലുഡ്വിഗ് കൈസർ ഏറ്റെടുക്കുന്നതും ആ ഒരു ക്യാരക്ടറിലൂടെ AAA എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയിലേക്ക് പോയി അവിടെ വലിയ സ്റ്റാറായി മാറുന്നതും അതേ സമയത്ത് NXTയിലും മെയിൻ റോസ്റ്ററിലും അമേരിക്കൻ ഷോസിലും അദ്ദേഹം വലിയ സ്റ്റാറായി മാറുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ചാഡ് ഗാബിൾ തുടങ്ങി വെച്ച എൽ ഗ്രാൻഡെ അമേരിക്കാനോ ക്യാരക്ടർ ലുഡ്വിഗ് കൈസറിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ചാഡ് ഗാബിളിൻ്റെ തിരിച്ചുവരവിൻ്റെ വാർത്തകളും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ചാഡ് ഗാബിളിൻ്റെ തിരിച്ചുവരവ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഫ്യൂഡിലേക്ക് പോകാൻ സാധ്യതകൾ ഉണ്ടെന്നുള്ളൊരു റൂമർ കൂടി നമുക്ക് ലഭിക്കുന്നു. ചാഡ് ഗാബിളിൻ്റെ തിരിച്ചുവരവ് സർപ്രൈസ് ആയിട്ടായിരിക്കും റോ എപ്പിസോഡിൽ നടത്താൻ പോകുന്നത് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ചാഡ് ഗാബിൾ പഴയ ഫേസ് ക്യാരക്ടറിലേക്ക് പോകുമോ അതോ അദ്ദേഹം പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന വില്ലൻ കഥാപാത്രത്തിൽ തന്നെ നിൽക്കുമോ എന്നുള്ളത് ഒരു സർപ്രൈസ് ആക്കി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഉടനെ ചാഡ് ഗാബിളിന്റെ റിട്ടേൺ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ടുള്ള മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ പോസ്റ്റർ ഇന്നലെ രാത്രിയോട് കൂടി ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് വിടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പോസ്റ്റർ വന്നപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആ 10 റെസ്ലേഴ്സ് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പല കൂട്ടുകാർക്കും ഒരു സംശയമുള്ളതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കറങ്ങി നടക്കുന്ന ഒരു റൂമറും ഈ ഫേസ് ടീം, അതായത് കോഡി റോഡ്സ്, റോമൻ റീൻസ്, CM പങ്ക് അവരൊക്കെയുള്ള ടീമിൽ ജിമ്മി ഊസോയെ ഒഴിവാക്കിക്കൊണ്ട് അവിടേക്ക് മറ്റൊരു റെസ്ലറിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള തലത്തിലുള്ള ഒരു റൂമർ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. അത് റാൻഡി ഓർട്ടൺ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചുള്ള നമ്മുടെ അഭിപ്രായം, ജിമ്മി ഊസോയെ ഈ ഒരു ടീമിൽ നിന്ന് നിലവിൽ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള യാതൊരുവിധ പദ്ധതിയും അവർ കൊണ്ടുവന്നിട്ടില്ല. ജിമ്മി ഊസോയും ജെ ഊസോയും റോമൻ റീൻസും CM പങ്കും കോഡി റോഡ്സും തന്നെയായിരിക്കും ഈ ഒരു മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ അത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ചിട്ടാണ് അവർ നടത്താൻ പോകുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൺ എന്തായാലും വാർ ഗെയിംസിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ടീമൊക്കെ സെറ്റായി ഫ്യൂഡ് അവർ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് അവസാന നിമിഷം ജിമ്മി ഊസയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇനി മറ്റൊരു സംശയമുള്ളത് സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി അത് ഒരു സർപ്രൈസ് റിട്ടേൺ സെറ്റിന് കൊടുക്കാൻ വേണ്ടി ഒരു തവണ കൂടി അവർ ചെയ്തതാണ്. സെത്ത് ജിമ്മി ഊസോയെ മാറ്റിയിട്ട് ഈ ഒരു വാർ ഗെയിംസിൽ റോമൻ്റെ ടീമിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതായിരിക്കും. എന്നാൽ സെത്തിൻ്റെ ഇഞ്ചുറി റിയൽ ആണ്. സെത്ത് എന്തായാലും ഈ ഒരു വാർ ഗെയിംസിൽ വരില്ല. സെത്ത് റെസ്ൽമേനിയ 42 തന്നെ പങ്കെടുക്കുമോ എന്നുള്ള ഒരു അനിശ്ചിതത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഈ വാർ ഗെയിംസിൽ വരും എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് അത് ഫേക്കാണ്. അത്തരത്തിലുള്ള യാതൊരുവിധ പ്ലാനും WWE മുന്നിൽ ഇല്ല. എന്തായാലും 2 സ്മാക്ഡൗൺ എപ്പിസോഡും ഒരു റോ എപ്പിസോഡും വാർ ഗെയിംസിന് മുൻപ് ബാക്കിയുണ്ട്. ഇനി അവസാന നിമിഷങ്ങളിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ലൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ട് തന്നെ അറിയണം. നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടുള്ള സോഴ്സിൽ നിന്നും നിലവിൽ ഈ 10 റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്തതിൽ യാതൊരുവിധ വ്യത്യാസവും കൊണ്ടുവരാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.